ഹായ് ഹലോ നമുക്കൊരു അടിപൊളി പോർക്ക് ചില്ലി എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നോക്കാം. അതിനായിട്ട് നമുക്ക് നല്ല പോർക്കിൻ്റെ പീസുകൾ ഒരു കുക്കറിലേക്ക് ഇട്ട് 1-2 വിസിൽ അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇവിടെ വേവിച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അത് കറക്റ്റ് അതിൻ്റെ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ആദ്യം നമ്മൾ അരിഞ്ഞിട്ട് വേവിക്കുകയാണെങ്കിൽ അത് ചുണ്ടുകൂടി പല ഷേപ്പിലേക്ക് പോകും. അത് ഒഴിവാക്കാനാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൽ ചേർക്കാനായിട്ട് കുറച്ച് മസാലകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ അതോടൊപ്പം ചേർക്കാനായിട്ട് വേറെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, അതേപോലെ ഓണിയൻ്റെ സ്പ്രിംഗ് ഓണിയനായിട്ട് അത് കിട്ടുകയാണെങ്കിൽ അത്, പിന്നെ അതോടൊപ്പം തന്നെ പൊടിയായിട്ട് കുറച്ച് ഗാർലിക്ക് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അരിഞ്ഞെടുക്കുക. പിന്നെ വേറെ നമുക്ക് വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ കുറച്ച് ഷാലറ്റ് കിട്ടുകയാണെങ്കിൽ, ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതോടെ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ മതി നമുക്ക് ബേസിക് ഉള്ള അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത്ര അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയ്ക്കുള്ള സാധനങ്ങൾ ഏകദേശമായി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് മേലെ വെതറാനോ ടേസ്റ്റിനായിട്ട് കുറച്ച് വെളുത്തതോ കറുത്തതായിട്ടുള്ള എള്ളുണ്ടെങ്കിൽ അത്. അതിന് ശേഷം നമുക്ക് പോർക്കിൻ്റെ തന്നെ ഫാറ്റ് ചേർത്തിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ വേവിച്ച പോർക്കിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ചുവന്നമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ ഉള്ളി, എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം ചില്ലി പേസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചൈനീസിന് വേണ്ടിയിട്ടുള്ള ചില്ലി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് അതിലേക്ക് ഇച്ചിരി വിനീഗർ, പിന്നെ അതോടൊപ്പം കുറച്ച് സോയ സോസ് ഉണ്ടെങ്കിൽ സോയ സോസ് എന്നിവയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പോർക്ക് ചില്ലിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ മസാലേനെ കട്ടിയാക്കാൻ നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി അതിലേക്ക് കലക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ളൊരു മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേറൊരു കടായിലേക്കോ ചൈനീസ് വോക്കിലേക്കോ അല്ലെങ്കിൽ വലിയൊരു പാനിലേക്ക് മാറ്റിയെടുത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേവിച്ച് അരിഞ്ഞ് പാനിലൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക, ഒന്ന് ക്രിസ്പായിട്ട് കിട്ടാനാണ്. ഇപ്പോൾ ജ്യൂസി ആയിട്ടും ഉണ്ടാകും, അതുപോലെ ഔട്ട് സൈഡ് ക്രിസ്പി ആയിട്ടുണ്ടാകും. ആ പോർക്കിനെയും കൂടെ നമ്മൾ ഈ ചില്ലി സോസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക, ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, പിന്നെ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് എപ്പോഴും ഉണ്ടാകും ചൈനീസ് ഫുഡിന്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, ആദ്യം നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഒരു സ്വീറ്റ് ചില്ലി പോർക്ക് അല്ലെങ്കിൽ ഒരു ഹണി ചില്ലി പോർക്ക് എന്ന് പറഞ്ഞ ഒരു പരുവത്തിലേക്ക് ഈ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന, കാരണം നമ്മൾ കുക്കറിൽ ഇത് വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മസാലയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റുക. അതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഈ എള്ളും പിന്നെ സ്പ്രിംഗ് ഓണിയനും അതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ കഴിക്കാം. ഏതെങ്കിലും ഒരു ഡിഷിൻ്റെ ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. സ്വീറ്റുണ്ട്, സ്പൈസിയുണ്ട്, ടാങ്ങിയുണ്ട്, അങ്ങനെ പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു പോർക്ക് ഡിഷ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പൊന്നും തോന്നില്ല, ഫാറ്റൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ അടിപൊളി ഡിഷാണ്, ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ ഇങ്ങനെയുള്ള റെസിപ്പികൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.